Dear students, welcome to the International Business class. Today onwards we are going to discuss about a new chapter, trade theories. What do you mean by trade theories in the point of view of international business? As all of you know, international business and international trade are closely related. Trade between nations is a reality and there should be trade between nations. So there are so many debates regarding the positive and negative aspects of this international trade, how it affects the economy of a particular country. So many people argue that it is having some positive impact. So many argue that it will lead for the loss of job in the country and it will cause for unemployment issues. So this free trade, the international trade will create some issues in the country. അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. എന്നാൽ there are so many international theories, they argue that the international trade ultimately benefits all countries that participate in the trade system. അപ്പോൾ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഗുണപരമായ ഒരു പ്രക്രിയയാണ് ഇന്റർനാഷണൽ ട്രേഡ് എന്നാണ് പല എക്കണോമിസ്റ്റുകളും പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോക ചരിത്രത്തിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ 50 വർഷമായിട്ട് ദർ ഈസ് എ പ്രോഗ്രസീവ് ഗ്രോത്ത് ഇൻ ദ ഇന്റർനാഷണൽ ട്രേഡ് ബിറ്റ്വീൻ ദ നേഷൻ. As all of you know, due to the formation of WTO and the regional trading blocks like European Union, NAFTA, അല്ലെങ്കിൽ ASEAN, the trade between nations increased considerably. അപ്പോൾ 90-കൾ മുതൽ വളരെ പ്രത്യേകമായിട്ട് 1990-കൾ മുതൽ പിന്നെ ഉറുഗ്വേ റൗണ്ടിന് ശേഷം WTOൻ്റെ ഫോർമേഷനോടുകൂടി ലോകമൊട്ടാകെ ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ലോക വ്യാപാരം വ്യാപകമായിട്ട് വർദ്ധിച്ചു. അത് ഫ്രീ ട്രേഡ്, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പ്രൊട്ടക്ഷനിസം ആൻഡ് ഫ്രീ ട്രേഡ് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. ഇന്ത്യ ഈസ് ഫോളോയിങ് എ പ്രൊട്ടക്ഷനിസം കൺസെപ്റ്റ് അപ് ടു 90s. After that, we converted our economy into a free trade economy where import and export is possible without any restriction. There is no restriction for import of goods. There is no restriction for exporting goods. So we converted our economy into a free trade system. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ലോകത്ത് പിന്നെ പല തിയറീസ് ഉണ്ട്. അപ്പം ഈ തിയറീസിലൊക്കെ ജനറലായ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ് ഈസ് ബെനഫിഷ്യൽ ടു ഓൾ കൺട്രീസ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കും നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ടിന് ചെയ്യുന്നു വിചാരിക്കാം. ഇറ്റ് ഈസ് ബെനഫിഷ്യൽ ടു ബോത്ത് ദ കൺട്രീസ്. It creates competitiveness. So it improves the competitiveness of our industry, of our economy, of our products and services. It also helps for export promotion, increasing the export. അപ്പോൾ all the countries have to develop a strategic trading policy based on the free trade system. അപ്പോൾ നമ്മളിപ്പോൾ WTO വന്നതോടുകൂടി എല്ലാ രാജ്യങ്ങളും അവരവരുടെ ട്രേഡ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഇന്നത്തെ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ചൈനയുടെ മേൽ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ്, അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനകത്ത് പല റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തി. എന്നാൽ നമ്മൾ പത്രത്തിൽ നിന്ന് കാണുന്നത് ചൈന എന്നോട് പ്രതികരിച്ചിരിക്കുന്നത് WTOയിൽ ഞങ്ങളിതിന് പരിഹാരം കാണുമെന്നാണ്. അതായത് ചൈനയിൽ നിന്ന് പിന്നെ ഇന്ത്യയിലേക്ക് ഇത് ഇറക്കുമതി ചെയ്യുന്നതിന് ഒറ്റയടിക്ക് ഇന്ത്യക്ക് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്താൻ പറ്റില്ല എന്ന വാദം ചൈന ഉന്നയിക്കുന്നത്. ഇന്ത്യയും ചൈനയും WTO മെമ്പേഴ്സാണ്. യു കനോട്ട് യൂണിലാറ്ററലി ഇമ്പോസ് എനി റെസ്ട്രിക്ഷൻ. പക്ഷേ ഇതിനകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. പരമാവധി നികുതി 20% വരെ ചാർജ് ചെയ്യാം എന്നൊരു വകുപ്പുണ്ട്. ഇപ്പം നമ്മൾ 10% താഴെ ഈടാക്കുന്ന നികുതി 20% വരെ നമ്മൾ കൂട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വില കൂടുകയും അവരുടെ നമുക്ക് റെസ്ട്രിക്ഷൻസ് നമുക്ക് നടപ്പാക്കാൻ സാധിക്കും. അപ്പം ഒരു ഇഷ്യൂ വന്നാൽ ഇപ്പോൾ ഫ്രീ ട്രേഡ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് വെൻ ദർ ഈസ് ആൻ ഇഷ്യൂ it will be settled through the WTO system. In the trade theories, the trade between nations and how it is going to influence the different economy, different countries എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. There are some important theories. അതിൽ ഫസ്റ്റ് വൺ മെർക്കൻഡലിസം എന്ന തിയറിയാണ്. മെർക്കൻഡലിസം അപ്പോൾ അത് 16-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിലാണ് ഈ തിയറി ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. The main hypothesis of the theory is gold and silver are the
backbone of national wealth and it should be the outcome of the commercial activities. അപ്പോൾ നമുക്ക് അന്നത്തെ കാലത്ത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, കറൻസി എന്ന് പറയുന്നത് ഗോൾഡും സിൽവറുമായിരുന്നു. നമ്മൾ ഇന്നത്തെ പോലത്തെ കറൻസി സിസ്റ്റം അന്ന് നിലവിലുണ്ടായിരുന്നു. അപ്പം മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഗോൾഡ് ആൻഡ് സിൽവറാണ്. ദ പർപ്പസ് ഓഫ് എവറി കൺട്രി ഈസ് ടു അറ്റൈൻ മാക്സിമം ഗോൾഡ് ആൻഡ് സിൽവർ ബൈ എക്സ്പോർട്ടിങ്. അപ്പം പരമാവധി സ്വർണവും വെള്ളിയും സമ്പാദിക്കുമ്പോൾ ആ രാജ്യം പവർഫുൾ ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനമായ അടിത്തറ സാമ്പത്തികമായ അടിത്തറയാണ്. സാമ്പത്തികമായ അടിത്തറയിൽ അവരുടെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് സ്വർണവും വെള്ളിയും ഗോൾഡ് ആൻഡ് സിൽവർ ആയതുകൊണ്ട് തന്നെ ദേ ട്രൈസ് ടു ഇൻക്രീസ് ദെയർ റിസർവ്, ദെയർ സ്റ്റോക്ക് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ബൈ എക്സ്പോർട്ടിംഗ് ഗുഡ്സ് ടു അതർ കൺട്രീസ് ആൻഡ് റെസ്ട്രിക്റ്റിംഗ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അവർ എക്സ്പോർട്ട് പരമാവധി പ്രോത്സാഹിപ്പിക്കും, എന്നാൽ അവർ ഇമ്പോർട്ട് പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യും. എന്താ കാരണം? സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പം യു ഹാവ് ടു പേ ദ ഇമ്പോർട്ട് ത്രൂ ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പം ഈ മെർക്കന്റിലിസം പ്രിൻസിപ്പിൾ പറയുന്നത് ദ കൺട്രി, എവറി കൺട്രി വിൽ ട്രൈ ടു മെയിൻറ്റെയിൻ എ ട്രേഡ് സർപ്ലസ് ദാറ്റ് ഈസ് മോർ എക്സ്പോർട്ട് ബൈ വിച്ച് ദേ ക്യാൻ അക്യുമുലേറ്റ് ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പം ആ രാജ്യങ്ങൾ അവരുടെ സ്വത്ത്, അവരുടെ രാജ്യത്തിൻ്റെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദേ ആർ ട്രൈയിങ് ടു ഇൻക്രീസ് ദെയർ റിസർവ് ഇൻ ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പം ദേ വിൽ ട്രൈ ടു മോർ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ്, എന്നാൽ ദേ വിൽ ട്രൈ ടു റെഡ്യൂസ് ദ ഇമ്പോർട്ട്സ്. അപ്പം ഈ ഇമ്പോർട്ട് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ ഡിസ്കറേജിങ് ഇമ്പോർട്ട് ദേ വിൽ ചാർജ് മോർ താരിഫ് ഫോർ ദ ഇമ്പോർട്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറൊരു കാര്യമുണ്ട്, കോളനൈസേഷൻ. നമുക്കറിയാം ലോകത്ത് കോളനി വൽക്കരണം. അപ്പം ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങൾ ലോകത്തെ അവരുടെ കോളനികളാക്കിയിരുന്നു. അപ്പം അങ്ങനെ ഒരു കോളനികളാക്കിയ സമയത്ത് അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ദേ ആർ ടേക്കിംഗ് ദ റിസോഴ്സസ് ഫ്രം ഇന്ത്യ and converting it into finished goods and selling the same products to India at a higher price. അപ്പോൾ അങ്ങനെ അവർ കോളനിവൽക്കരണം നടത്തുന്നതും ആ രാജ്യങ്ങൾ എന്താണ് കൂടുതൽ പവർഫുള്ളായി മാറുന്നത് ഫോർ അക്യുമുലേറ്റിംഗ് മോർ ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പോൾ ഈ തിയറിക്ക് ചില ക്രിറ്റിസിസം, ഈ തിയറി ഏറ്റവും ആദ്യത്തെ തിയറിയാണ്. ഇറ്റ് ഈസ് ഹാവിങ് സോ മെനി ലിമിറ്റേഷൻസ്. മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് വിൽ ട്രൈ ടു ഇൻക്രീസ് ഇറ്റ്സ് എക്സ്പോർട്സ്. ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ് വിൽ സബ്സിഡൈസ് എക്സ്പോർട്സ്. ഇപ്പോൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസിന് പരമാവധി സബ്സിഡീസ് കൊടുക്കും. അതേപോലെ തന്നെ ഇമ്പോർട്ടിൻ്റെ മേൽ പരമാവധി റെസ്ട്രിക്ഷനും ഏർപ്പെടുത്തും. ഇത് രണ്ടും കൺസ്യൂമേഴ്സിനെ ബാധിക്കും. സോ ദേ വിൽ ട്രൈ ടു ഇൻക്രീസ് ദ എക്സ്പോർട്സ് ആൻഡ് റെഡ്യൂസ് ദ ഇമ്പോർട്ട് ബൈ താരിഫ്. അപ്പം കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ നെഗറ്റീവ് ആസ്പെക്ട്. സിമിലർലി ഈ എക്സ്പോർട്ടിന് സബ്സിഡി കൂടുതൽ കൊടുക്കുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഗവൺമെൻറ്റിൻ്റെ ചിലവ് കൂടുന്നു. ഇറ്റ് വിൽ ഇൻക്രീസ് ദ ബേർഡൻ ഓഫ് ടാക്സ് പേയേഴ്സ്. അവർ കൂടുതലായിട്ട് നികുതി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഹയർ പ്രൈസ് ടു പ്രോഡക്ട്സ് എന്താണ്? ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹയർ പ്രൈസ് വരും. സോ ഇറ്റ് ഈസ് ആൾസോ എഗനസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. ഇതിൽ ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ദിസ് കൺസെപ്റ്റ് വ്യൂസ് ഇൻ്റർനാഷണൽ ട്രേഡ് ആസ് എ സീറോ സം ഗെയിം. എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം ചെയ്യുന്നത് കൊണ്ട് ഒരു രാജ്യവും ഗെയിൻ ഉണ്ടാക്കുന്നില്ല. അതായത് ഇറ്റ് ഈസ് വൺ when it is one in which a gain by one country result a loss by another. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ത്യക്ക് ബെനിഫിറ്റ് ഉണ്ടാകുമ്പം ലോസ് ശ്രീലങ്കയ്ക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ബെനിഫിറ്റ് ഉണ്ടാകുമ്പം ഇന്ത്യക്ക് ലോസ് ഉണ്ടാകുന്നു. അപ്പോൾ ഡ്യൂ ടു ദിസ് ട്രേഡ് ദർ ഈസ് എ ഗെയിനർ, ദർ ഈസ് എ ലോസർ. അപ്പോൾ അതുകൊണ്ട് അതൊരു സീറോ സം ഗെയിമാണ്. അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് സീറോയാണ്. അപ്പം ഈ പറയുന്ന ഇൻ്റർനാഷണൽ ട്രേഡിൽ എന്നാൽ അതൊരു പോസിറ്റീവ് സം ഗെയിമാണ്. അതിൻ്റെ എൻ റിസൾട്ടിൽ അതാണ്. അപ്പോൾ ഈ പറയുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ പല കൺട്രീസും ഫോളോ ചെയ്തിരുന്നൊരു കൺസെപ്റ്റാണിത്. നമ്മുടെ രാജ്യവും ഈ തിയറി കുറേ വർഷങ്ങളോളം നമ്മൾ ഫോളോ ചെയ്തിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഫ്രീ ട്രേഡ് സിസ്റ്റത്തിലേക്ക് മാറിയത്. അപ്പോൾ ഒന്നാമത്തെ തിയറി മെർക്കന്റിലിസം, സിമ്പിൾ കൺസെപ്റ്റാണ്. ദ പർപ്പസ് ഓഫ് ദ ട്രേഡ് ഈസ് ടു ഏൺ മാക്സിമം ഗോൾഡ് ആൻഡ് സിൽവർ. They will try the maximum to increase their exports and they will try to reduce their import to the minimum by which they can increase their reserve. Second theory എന്ന് പറയുന്നത് തിയറി ഓഫ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. തിയറി ഓഫ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ആഡം സ്മിത്ത്. ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്ത് ആണ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക് വെൽത്ത് ഓഫ് നേഷൻസ്. In that book, he attacked the theory of mercantilism. എന്താണ്?
ഇതൊരു സീറോ സം ഗെയിം അല്ല എന്ന് പറഞ്ഞിട്ട് ഈ മെർക്കന്റിലിസം തിയറിക്ക് എതിരെ ഡെവലപ്പ് ചെയ്തൊരു തിയറിയാണ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. അപ്പോൾ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഹി ആർഗ്യൂസ് ദാറ്റ് ദ കൺട്രീസ് ഡിഫർ ഇൻ ദെയർ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഗുഡ്സ് എഫിഷ്യൻ്റ്ലി. ഓരോ രാജ്യങ്ങൾക്കും അവിടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. സോ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഉൽപ്പന്നങ്ങളും അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്നു, അതിനുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ കൺട്രി ഓർ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ആഡം സ്മിത്ത് ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അന്ന് ലോകത്തെ ഏറ്റവും പവർഫുള്ളായ രാജ്യങ്ങളൊന്നാണ് ബ്രിട്ടൻ. അപ്പോൾ അന്നത്തെ കാലത്ത് ബ്രിട്ടൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രിയാണ് ബ്രിട്ടൻ. അപ്പം ഡ്യൂ ടു ദെയർ മാനുഫാക്ചറിങ് പ്രോസസ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, they are manufacturing highest quality of textiles in the world. Similarly, due to the favorable climate, soil and other aspects, France is producing the top quality wine in the world. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും. ബ്രിട്ടൻ ടെക്സ്റ്റൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമ്പർ 1 ആണ്. ഫ്രാൻസ് അവിടുത്തെ ജോഗ്രാഫിക്കൽ കണ്ടീഷൻസും അവിടുത്തെ മറ്റ് മണ്ണിൻ്റെ പ്രത്യേകതകളും അവിടുത്തെ കാലാവസ്ഥയെല്ലാം കൊണ്ടിട്ട് വൈൻ മാനുഫാക്ചറിങ്ങിലും ടോപ്പാണ്. അപ്പം ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഇംഗ്ലണ്ട് ഹാസ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ടെക്സ്റ്റൈൽ. തുണി ഉൽപ്പാദിപ്പിക്കുന്ന രംഗത്ത് ഇംഗ്ലണ്ടിന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാൽ വൈൻ ഇൻഡസ്ട്രിയിൽ ഫ്രാൻസിന് അബ്സല്യൂട്ട്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും രണ്ട് ഇൻഡസ്ട്രിയിലാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. അതായത് ബ്രിട്ടനിൽ അവരുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ടോപ്പ് ആയതുകൊണ്ട് അവർക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഫ്രാൻസിൽ അവിടുത്തെ മണ്ണും കാലാവസ്ഥയും പ്രകൃതിയും ഒക്കെ അനുയോജ്യമായതുകൊണ്ട് അവർക്ക് വൈൻ ഇൻഡസ്ട്രിയിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ സ്മിത്ത് പറയുന്നത്, ദ കൺട്രീസ് ഷുഡ് സ്പെഷ്യലൈസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ വിച്ച് ദേ ഹാവ് ആൻ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആൻഡ് ട്രേഡ് ദീസ് ഗുഡ്സ് ഫോർ ദ ഗുഡ്സ് ട്രേഡഡ് ബൈ അതർ കൺട്രീസ്. അപ്പം അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ള ഏരിയയിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ബ്രിട്ടൻ പരമാവധി ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കുകയും ഫ്രാൻസ് പരമാവധി വൈൻ ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും അവരത് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ബോത്ത് ദ കൺട്രീസ് വിൽ ബി ബെനിഫിറ്റഡ് ബൈ ദ ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പോൾ ഇംഗ്ലണ്ട് ഷുഡ് സ്പെഷ്യലൈസ് ഇൻ ടെക്സ്റ്റൈൽസ് ആൻഡ് ഫ്രാൻസ് ഷുഡ് സ്പെഷ്യലൈസ് ഇൻ വൈൻ ഇൻഡസ്ട്രി. അപ്പം ഇംഗ്ലണ്ടിന് വേണ്ട എല്ലാ വൈനും അവർ ഫ്രാൻസിൽ നിന്ന് വാങ്ങുകയും ഫ്രാൻസ് അവർക്ക് വേണ്ട എല്ലാ ടെക്സ്റ്റൈൽസും ഇംഗ്ലണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ automatically there is an exchange. അപ്പോൾ by which എന്താണ്, സ്പെഷ്യലൈസിങ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ബൈ ഇൻ ഈച്ച് കൺട്രി ദേ ഹാസ് ആൻ അഡ്വാൻറ്റേജ് ഫോർ സെല്ലിങ് ഓർ ബൈയിങ് ഫ്രം അതർ. അപ്പം പരമാവധി എഫിഷ്യൻസിയിൽ ബ്രിട്ടന് ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു, പരമാവധി ക്വാളിറ്റിയിൽ ബെറ്റർ പ്രൈസിൽ ഫ്രാൻസിന് വൈൻ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കോസ്റ്റ് കുറയും. കോസ്റ്റ് കുറയുമ്പം എന്താ സംഭവിക്കുക, രണ്ട് കൂട്ടർക്കും വില കുറഞ്ഞ ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഫ്രാൻസിന് വാങ്ങാൻ സാധിക്കും, വില കുറഞ്ഞ രീതിയിൽ ക്വാളിറ്റി വൈന് ബ്രിട്ടനും വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ദർ ഈസ് ആൻ അഡ്വാൻറ്റേജ് ടു ബോത്ത് ദ കൺട്രീസ്. അവിടെ എന്താ സംഭവിക്കുന്നത്, അപ്പം അതൊരു സീറോ ഗെയിം അല്ല. എന്താണ് സീറോ ഗെയിം അല്ല, അതൊരു പോസിറ്റീവ് ഗെയിമാണ്. സോ ഡ്യൂ ടു ദിസ് കൺസെപ്റ്റ്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കൺസെപ്റ്റ്, both countries are advantageous by using their efficiency in the particular area. അപ്പം ഈ തിയറിയിൽ നമ്മൾ അതിന് സിമ്പിൾ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ കാര്യം പറയുകയാണ്. സ്പെയിൻ ആൻഡ് ഇറ്റലി പ്രൊഡ്യൂസിങ് ഒലീവ് ഓയിൽ ആൻഡ് ഷൂ ഇൻ ടേംസ് ഓഫ് ലേബർ അവർ. അപ്പോൾ സ്പെയിന് എന്താണ് 1 കിലോ അല്ലെങ്കിൽ ഒരു കിലോ ഒലീവ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ 2 മണിക്കൂർ 2 ലേബർ അവർ വേണം. എന്നാൽ ഷൂ ഉണ്ടാക്കുവാനായിട്ട് 4 ലേബർ അവർ വേണം. സ്പെയിനിൽ 1 കിലോ ഒലിവ് ഓയിൽ ഉണ്ടാക്കാൻ 2 ലേബർ അവർ വേണം, ഒരു ഷൂ ഉണ്ടാക്കാൻ 4 അവറും വേണം. എന്നാൽ ഇറ്റലിയിൽ അവിടെ 1 കിലോ ഒലിവ് ഓയിൽ ഉണ്ടാക്കാൻ 4 അവർ വേണം, എന്നാൽ അവർക്ക് ഷൂ ഉണ്ടാക്കാൻ 2 അവർ മതി. സിമ്പിൾ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാവുന്നത്, സ്പെയിനിന് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ഒലിവ് ഓയിൽ ഉണ്ട്. അവർ ഷൂ ഉണ്ടാക്കാൻ 4 അവർ ചിലവഴിക്കുന്നു, എന്നാൽ ഇറ്റലിയിൽ അത് എത്ര അവർ മതി, 2 അവർ മതി. അപ്പോൾ ഇറ്റലി എന്ന് പറയുന്നത് ദേ ഹാവ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഷൂസ്. അപ്പോൾ എന്താണ്, സ്പെയിൻ ഷുഡ് എക്സ്പോർട്ട് ഒലിവ് ഓയിൽ ആൻഡ് ഇമ്പോർട്ട് ഷൂസ്. ലൈക്ക് വൈസ് ഇറ്റലി ഷുഡ് എക്സ്പോർട്ട് ഷൂസ് ടു സ്പെയിൻ
and import oil from. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ രാജ്യത്ത് അപ്പോൾ അവിടെ പല ലേബേഴ്സിൻ്റെ എഫിഷ്യൻസി ആവാം, അല്ലെങ്കിൽ മറ്റു പല ഘടകങ്ങളായിരിക്കാം. അപ്പോൾ ഒരു രാജ്യത്തിന് ഒരു മേഖലയിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ സ്പെയിനിന് ഒലിവ് ഓയിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, ഇറ്റലിക്ക് ഷൂ ഇൻഡസ്ട്രിയിലാണ്. അപ്പം ദേ ഹാവ് ടു ഫോക്കസ് ഇൻ ദെയർ ഏരിയാസ് വേ ഹാവ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ദാൻ ഫോക്കസിങ് ഓൺ അതർ ഏരിയ. അപ്പോൾ ഈ തിയറി എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുമായി ബന്ധപ്പെട്ടാണ്. ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് രണ്ട് രീതിയിൽ വരാം. നാച്ചുറലി വരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഫ്രാൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ അവിടുത്തെ കാലാവസ്ഥ വൈൻ മാനുഫാക്ചറിങ്ങിന് ഏറ്റവും ടോപ്പാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡെൻമാർക്ക് ഡയറി ഇൻഡസ്ട്രിയിൽ നമ്പർ 1 ഇൻ ദ വേൾഡ് ആണ്. അപ്പം അവിടുത്തെ ജോഗ്രാഫിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അതെന്താണ്, നാച്ചുറലി അവർക്ക് ദേ ഹാവ് ആൻ അപ്പർ ഹാൻഡ് ഓവർ അതർ കൺട്രീസ്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഡ്യൂ ടു ദ നാച്ചുറൽ സിറ്റുവേഷൻ. സംടൈംസ് ഇറ്റ് മേ ബി കോൺഷ്യസ്ലി അക്വയർഡ്. ഇതാണ് കോൺഷ്യസ്ലി അക്വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിക്കലായിട്ടുള്ള ഇപ്പോൾ ജപ്പാൻ ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സിൽ അവർ നമ്പർ 1 ഇൻ ദ വേൾഡ് ആണ്. സോ ദേ അക്വയർഡ് ഇറ്റ് ത്രൂ എ കോൺഷ്യസ് പ്രോസസ് ഓഫ് ദ ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, സ്കിൽഡ് ലേബർ, നാച്ചുറൽ റിസോഴ്സസ് ഇതൊക്കെ എന്താണ് നാച്ചുറലി വരുന്നതാണ്. എന്നാൽ അക്വയർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദേ ഹാവ് ആൻ അപ്പർ ഹാൻഡ് ഇൻ ദെയർ ടെക്നോളജി. അത് ഫോർ എക്സാമ്പിൾ ജപ്പാനോ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും അതിനകത്ത് എക്സാമ്പിൾ എടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇഫ് എ കൺട്രി ഹാസ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ് ദർ എക്സിസ്റ്റ് എ പൊട്ടൻഷ്യൽ ഫോർ ഗെയിൻ ഫ്രം ട്രേഡ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം അവർക്ക് ദർ ഈസ് എ ചാൻസ് ഫോർ ബെറ്റർ റിസൾട്ട് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. മോർ സ്പെഷ്യലൈസസ് ക്രിയേറ്റ് ഇതാണ് മോർ നാഷണൽ വെൽബീയിങ്. അപ്പോൾ അവർ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പം അവിടെ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു, കൂടുതലായിട്ട് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു, എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വിത്തിൻ വൺ കൺട്രി, ഒരു രാജ്യത്തിനകത്ത് തന്നെ ഈ ഗെയിൻസ് ഫ്രം ട്രേഡ് ആർ നോട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ തിയറി വളരെ സിമ്പിളാണ്. ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ദേ ഹാവ് സം അപ്പർ ഹാൻഡ് കമ്പയർഡ് ടു അതർ കൺട്രീസ് ഡ്യൂ ടു ദ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഓർ ടു ദ കോൺഷ്യസ്ലി അക്വയർഡ് ടെക്നോളജിക്കൽ ആസ്പെക്ട്സ്. So the countries should focus on their areas where they have absolute advantage. Then it is easy for them to have efficiency in exporting. Similarly, they can import goods from other countries where they use the same concept. അപ്പം ഇത് രണ്ട് തിയറിയാണ്. ബാക്കി 3-4 തിയറിയും കൂടി ഉണ്ട്. അത് നമ്മൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.